ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് ഇംഗ്ലീഷ് ടിപ്സ്. ലെച്ചൂസ് ഇംഗ്ലീഷ് ടിപ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SCRT 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് പാഠഭാഗത്തിന്റെ അവരുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ കിടക്കുന്ന ആക്ടിവിറ്റി 6 ആണ്. ആക്ടിവിറ്റി 6 ഞാൻ നോക്കിയപ്പോൾ ആർട്ടിക്കിൾസ് ആണ് കണ്ടത്. ആർട്ടിക്കിൾസ് നമ്മുടെ PSCയുടെ ഏത് എക്സാമിനേഷനും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ് ഇത് ആർട്ടിക്കിൾസ്. സോ നമുക്ക് സമയം കളയാതെ 5th സ്റ്റാൻഡേർഡിലെ ദ മിറർ എന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ, അതിന്റെ ആക്ടിവിറ്റി ആയിട്ടുള്ളതാണ് ആക്ടിവിറ്റി 6. ആക്ടിവിറ്റി 6 നോക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. നോക്കൂ, റീഡ് ദ ഓപ്പണിംഗ് സെന്റൻസ് ഇൻ ദ സ്റ്റോറി ദ മിറർ. Long ago, a fisherman and his wife lived on an island. It was a lonely island. The people of the island led a quiet and simple life. See, a fisherman, an island, a lonely, the people, a quiet and simple life. In the above lines, a is used with certain words while and with another word the is also used with a word. അല്ലെ, ഈ തന്നിരിക്കുന്നതിനകത്ത് a ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകളോടൊപ്പം ഉള്ളൂ, ആൻ മറ്റു ചില വാക്കിനോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ദായും വേറെ ചില വാക്കുകൾക്കൊപ്പമേ ഉപയോഗിച്ചിട്ടുള്ളൂ. Where do you think a and the are used? ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. See, let's read a passage written by Rohan, one of your friends. Today we finished a very interesting story in our English class. It is about a fisherman and his wife who got a mirror. They did not understand what it was. They fought over it and it broke into pieces. Our teacher asked us to present the story as a skit. The setting of the story was an island. To make the island, our group piled up benches and desks, but our teacher said that it was an oversized platform. To show that the events happened on a seashore, we placed an umbrella. Arun said that it was an event that happened long ago and the big umbrella we used did not match. We also needed 2 actors. Rahul agreed to play the fisherman, but we could not find a girl to play the part of the fisherman's wife. So finally, I played the fisherman's wife. We needed a mirror. Our English teacher gave us one. Everyone said that our group's performance was good. Unfortunately, the mirror fell from our hands and broke. Poor teacher, she has to buy a new one now. ഇവിടെയും നമ്മൾ എയും ദായും ആനും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടു അല്ലെ. അപ്പൊ ഇത് എവിടേക്കാന്ന് ജനറൽ ഒരു റൂൾ നിങ്ങൾക്ക് അറിയാം. എ യൂസ് ചെയ്യുന്നത് സാധാരണ എന്തിന്റെ കൂടെയാണ്? സി, എ ഫിഷർമാൻ അല്ലെ. എഫ് എന്ന് പറയുന്ന കോൺസണന്റ് ലെറ്റർ ആണ്. കോൺസണന്റ് ലെറ്റേഴ്സിനൊക്കെ മുമ്പായിട്ട് നമ്മൾ എ യൂസ് ചെയ്യാറുണ്ട്. ദ യൂസ് ചെയ്യുന്ന എവിടാണ്? സ്പെസിഫൈ ചെയ്ത് എന്തിനെങ്കിലും പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിന് മുമ്പ് നമുക്ക് ദ യൂസ് ചെയ്യാം. ആൻഡ് നമ്മൾ എപ്പോഴും വൗവൽസിനോട് കൂടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇതാ നോക്കൂ, എ ഗേൾ അല്ലെ, എ ഗേൾ. അപ്പം എ ഗേൾ എന്ന് പറയുമ്പോൾ ഇവിടെ ജി കോൺസണന്റ് ആണ്. ദ ഫിഷർമാൻ, ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന ഫിഷർമാൻ ആരോ അദ്ദേഹം സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക? ദ ഫിഷർമാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ യൂസ് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോറി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പഠിക്കുകയും ചെയ്യാം. നോക്കൂ, now complete the following story with a, an or the. One afternoon, Dash Ox was grazing in Dashville. A small frog in Dashville saw Dash Ox. The frog thought, I want to become big like Dash Ox. The frog started puffing and swelling. I as large as Dash Ox. He asked his friends. No, they replied. Now the frog puffed himself up more and more, trying to reach the size of Dash Ox. No, asked the frog. Please don't try anymore. You are only Dash Frog. You can't become Dash Ox, pleaded his friends. But the frog continued to puff and swell larger and larger until he finally burst. ഞാനിത് വായിച്ചത് ഫസ്റ്റ് നമുക്ക് ആ സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും.
ഇനി എയും ആനും ദായും യൂസ് ചെയ്യുന്ന ജനറൽ റൂൾ നമുക്കറിയാം. എ ഈസ് യൂസ്ഡ് വിത്ത് എന്തിനോടൊപ്പം യൂസ് ചെയ്യുള്ളൂ? കോൺസണന്റ് ലെറ്റേഴ്സിനോടൊപ്പം. ആൻഡ് വിത്ത് വവൽ ലെറ്റേഴ്സ് ദ നമ്മൾ പറഞ്ഞു, സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ നമുക്ക് ദ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരുന്നത്? വൺ ആഫ്റ്റർനൂൺ ഡാഷ് ഓക്സ് വാസ് ഗ്രേസിംഗ് ഡാഷ് ഫീൽഡ്. ഇവിടെ നമ്മളോട് പറയുന്നത് ഒരു ഓക്സ് അല്ലെ, വൺ ആഫ്റ്റർനൂൺ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം എന്താണ്, ഒരു ഓക്സ് ഗ്രേസിംഗ്, ഒരു ഫീൽഡില് ഒരു ഓക്സ് ഗ്രേസ് ചെയ്ത് അല്ലെ മേഞ്ഞു നടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കാള ഒരു ഫീൽഡിൽ മേഞ്ഞു നടക്കുകയായിരുന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എങ്ങനെയാ വരിക? ഞാനിതൊന്ന് എടുത്തോട്ടെ. ഓക്കെ, നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റോറിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാ വൺ ആഫ്റ്റർനൂൺ ഡാഷ് ഓക്സ് വാസ് ഗ്രേസിംഗ് ഡാഷ് ഫീൽഡ്. വൺ ആഫ്റ്റർനൂൺ ആൻഡ് ഓക്സ് അല്ലെ, എ ഇ ഐ ഒ യു ആണ് വവൽസ്. ഓ എന്ന് പറയുന്ന വവൽ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാം? വവൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ആൻഡ് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആൻഡ് യൂസ് ചെയ്യാം അല്ലെ. ഇത് നോക്ക, വൺ ആഫ്റ്റർനൂൺ ആൻഡ് ഓക്സ് വാസ് ഗ്രേസിംഗ് ഇൻ ദി ഫീൽഡ്. ഇന്ന് നോക്കിയേ, ഇൻ ദി ഫീൽഡ് അല്ലെ, ഇൻ എ ഫീൽഡ് അല്ലെ. ഒരു ദിവസം വൺ ആഫ്റ്റർനൂൺ ആൻഡ് ഓക്സ് വാസ് ഗ്രേസിംഗ് ഇൻ എ ഫീൽഡ്. ഓക്കെ, ഒരു ഫീൽഡിൽ ഇങ്ങനെ മേഞ്ഞു നടക്കുമായിരുന്നു. എ സ്മോൾ ഫ്രോഗ് ഇൻ ഡാഷ് ഫീൽഡ് സോ ഡാഷ് ഓക്സ്. അപ്പൊ എന്ത് ചെയ്തു? എ സ്മോൾ ഫ്രോഗ് ഇൻ ദ ഫീൽഡ്. അപ്പൊ നമുക്ക് ഇവിടെ ദാ വരാൻ കാരണം എന്താ? ആദ്യം എ ഫീൽഡ് പറഞ്ഞു, ഇപ്പൊ ഞാൻ ദാ പറയുന്നു, ഇവിടെ ദാ ഫീൽഡ് എന്ന് പറയുന്നു. എന്താ വ്യത്യാസം? എന്താ? ഇവിടെ ഒരു ഓക്സ് ഒരു ഫീൽഡിൽ മേഞ്ഞു നടക്കുകയായിരുന്നു, പിന്നെയും നമ്മൾ ആ ഫീൽഡിനെ തന്നെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതുകൊണ്ടാണ് സെക്കൻഡ് കേസിൽ എന്ത് ചെയ്ത? ദ യൂസ് ചെയ്ത. എ സ്മോൾ ഫ്രോഗ് ഇൻ ദ ഫീൽഡ്. ആദ്യം പറഞ്ഞ ഫീൽഡിലെ ആ ഫീൽഡിലെ ഫ്രോഗ് എന്നാണ് പറയുന്നത്. എ സ്മോൾ ഫ്രോഗ് ഇൻ ദ ഫീൽഡ് സോ ആരെ കണ്ടു? ദ ഓക്സ് ആണോ ആൻ ഓക്സ് ആണോ ഇവിടെ വരുന്നത്? ഇവിടെ വരുന്നത് ദ ഓക്സ്. കാരണം എന്താ? ആദ്യം നമ്മൾ ഓക്സിനെ പറഞ്ഞു, ഒരു ഫീൽഡില് ഒരു ഓക്സ് മേഞ്ഞു നടക്കുകയായിരുന്നു. പിന്നെ പറയുന്ന ആ ഫീൽഡിലെ കാര്യം തന്നെയാണ് പറയുന്നത്. അവിടുത്തെ ഫ്രോഗ് എന്ത് ചെയ്തു? ആ ഓക്സിനെ, ആദ്യത്തെ ഓക്സിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് കൊണ്ട് എ സ്മോൾ ഫ്രോഗ് ഇൻ ദ ഫീൽഡ് സോ ദ ഓക്സ്. ഓക്കെ, മനസ്സിലാവുണ്ടോ എന്ന് വിചാരിക്കണോ? അല്ലെങ്കിൽ ടിപ്സിൽ പോയിട്ട് ആർട്ടിക്കിൾസിന്റെ ക്ലാസ് കാണുക. ദ ഫ്രോഗ് തോട്ട് I want to become like an ox. ഇവിടെ the ox വന്നില്ല, an ox ആണ് യൂസ് ചെയ്യുന്നത്. റീസൺ എന്തായിരിക്കും? ഈ ഫ്രോഗ് ചിന്തിക്കുവാണ്, എനിക്കും ഒരു കാളയെ പോലെ വലുതാവണം, എനിക്കും ഒരു കാളയെ പോലെ, ആ കണ്ട കാളയെ പോലെ എന്നല്ല പറയുന്നത്, ഏതോ ഒരു കാളയെ പോലെ എനിക്കും വലുതാക്കണം. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തു? an ox ആണ് യൂസ് ചെയ്ത. The frog started puffing and swelling. Am I as large as an ox? അല്ലെ, അപ്പം ഒരു കാളയെ പോലെയാണ് ആവണ്ടേ, അതുകൊണ്ട് എന്ത് ചെയ്തു? പഫിംഗ് ആൻഡ് സ്വെല്ലിംഗ് ആൻഡ് ആസ് ലാർജ് ആസ് ആൻ ഓക്സ്. He asked his friends, അല്ലെ, ഞാൻ പഫ് ചെയ്ത് കഴിഞ്ഞാല്, വീർത്ത് കഴിഞ്ഞാല് കാളയെ പോലെ ആകുമോ എന്ന് ഫ്രണ്ട്സിനോട് ചോദിക്കുവാണ്. No, no, they replied. So the frog puffed himself up more and more, trying to reach the size of an ox. അല്ലെ, ഇവിടെയും an ox ഒരു കാളയെ പോലെ വലുതാകാനാണ് ആഗ്രഹിച്ചത്. അപ്പൊ ഏതോ ഒരു കാള, അപ്പം ആ കാളയെ പോലെ വലുതാവാനായിട്ട് എന്ത് ചെയ്തു? അത് വീണ്ടും വീണ്ടും പഫ് ചെയ്തുകൊണ്ടേ ഇരുന്നു. ഓക്കെ, then നെക്സ്റ്റ് നമുക്ക് നോക്കാം. Now asked the frog. വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോഴോ വീർത്തോ നമ്മൾ ചോദിക്കില്ലേ? Please don't try anymore. You are only dash frog. You are only എന്ത് ഫ്രോഗ്? You are only a frog. അല്ലെ, നീ എന്ത് മാത്രമാണ്? നീ ഒരിക്കലും അങ്ങനെയൊന്നും ട്രൈ ചെയ്താവില്ല, നീ ഒരു തവളയാണ്. Please don't try anymore. You are only a frog. Okay, you are only a frog. You can't become dash ox. അല്ലെ, നീ എത്ര ശ്രമിച്ചാലും നിനക്ക് എന്താവാൻ പറ്റില്ല? ഒരു കാളയാവാൻ സാധിക്കില്ല. You can't become an ox. He did his friends, but the frog continued to puff and swell larger and larger until he finally burst. Anyway, അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതാ നോക്കൂ, ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് നോക്കൂ, ഒന്നുകൂടി പറയാം. One afternoon, an ox was grazing in a field. Then a small frog in the field saw the ox. The frog thought,
I want to become big like an ox. I want to become an ox. The frog started puffing and swelling. Am I as large as an ox? He asked his friends. No, no, they replied. അപ്പം ഇവിടെ an ox ഇതൊക്കെ കണ്ടോ? ഇതെനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്നത്. അതിൻ്റെയാണ് കേട്ടോ. എനിക്ക് അതിപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് വരുന്നില്ല. ക്ഷമിക്കുക. അടുത്ത ക്ലാസ്സുകൾ നമ്മളിത് വരുത്താതെ നോക്കാം. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷിന്റെ ഇന്നത്തെ SCRT ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ദ മിറർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പിന്നിലെ ആക്ടിവിറ്റി 6 ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്